വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖല സന്ദർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ദുരന്ത ഭൂമിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശനം നടത്തി. വയനാട്ടിൽ ചേർന്ന അവലോകന യോഗത്തിന് ശേഷമാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും മേപ്പാടി ചൂരൽമലയിലെത്തിയത്. ചൂരൽമലയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബെയിലി പാലം സന്ദർശിക്കുകയും പാലത്തിന്റെ നിർമ്മാണ പുരോഗതി സൈനിക ഉദ്യോഗസ്ഥരുമായി വിലയിരുത്തുകയും ചെയ്തു. വയനാട്ടിലെ ദുരന്ത മേഖലയിൽ മന്ത്രിസഭാ ഉപസമിതി പ്രവർത്തിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. റവന്യൂ, വനം, പൊതുമരാമത്ത്, SC/ST മന്ത്രിമാർ ഉൾപ്പെട്ടതാണ് ഉപസമിതി. നിലവിൽ 12ഓളം മന്ത്രിമാർ വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇത് എപ്പോഴും പ്രായോഗികമല്ലാത്തതിനാലാണ് 4 മന്ത്രിമാരെ ഉൾപ്പെടുത്തി ഉപസമിതി രൂപപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൂടാതെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സമുണ്ടാകില്ലെന്നും കുട്ടി എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് വിദ്യാഭ്യാസം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. അതിനുള്ള ക്രമീകരണം വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തും. പിന്നീട് സാധാരണ നിലയിലുള്ള ക്ലാസുകളിലേക്ക് കടക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം തന്നെ ദുരന്തത്തിന് ശേഷം ആളുകൾക്കുണ്ടായിരിക്കുന്ന മാനസികാഘാതം പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണെന്നും ആളുകളുടെ മാനസികാഘാതം കുറയ്ക്കാൻ കൗൺസിലിംഗ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ട ആളുകൾക്ക് ഇപ്പോൾ തന്നെ കൗൺസിലിംഗ് തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ദുരന്ത മേഖലയിൽ തൽക്കാലം ദുരിതാശ്വാസ ക്യാമ്പ് തുടരുമെന്നും പുനരധിവാസ പ്രക്രിയ ഫലപ്രദമായി സ്വീകരിക്കുമെന്നും കൂടുതൽ നല്ല നിലയിൽ പുനരധിവാസ പ്രക്രിയ തുടരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാമ്പിൽ കുറെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ ക്യാമ്പിലുള്ളവരുടെ സ്വകാര്യത സംരക്ഷിക്കേണ്ടതുണ്ട്. ക്യാമ്പിലുള്ള ആളുകളെ കാണാൻ വരുന്നവർ ക്യാമ്പിനകത്തേക്ക് കയറരുതെന്നും കാണാൻ റിസപ്ഷൻ പോലൊരു സംവിധാനം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.